നമസ്കാരം. നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരെയേറെ സുന്ദരിമാരെയും സുന്ദരന്മാരെയും കാണാറുണ്ട്. അവരുടെ റീലുകൾ, അവരുടെ ഫോട്ടോകൾ, അവരുടെ മറ്റു ചില പെർഫോമൻസുകൾ ഒക്കെ കാണാറുണ്ട്. നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി കാണുന്നത് എന്ത് സൗന്ദര്യമുള്ള ആൾക്കാർ, നല്ല വെളുത്ത് ചുമന്നിരിക്കുന്ന ആൾക്കാർ. പക്ഷേ ഇവരെയൊക്കെ നേരിട്ട് കാണണം. അങ്ങനെ ഒരു ദൗർഭാഗ്യം ഉണ്ടായാൽ നമ്മൾ ഞെട്ടിത്തെറിച്ചു. വളരെ വ്യത്യാസം വരുത്തുന്ന ചില ആപ്ലിക്കേഷനിലൂടെ സുന്ദരിമാരും സുന്ദരന്മാരുമാകുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷവും. നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് തോന്നുന്ന അപകർഷതയായിരിക്കാം, അവരുടെ രൂപത്തോട് തോന്നുന്ന അപകർഷതയായിരിക്കും അങ്ങനെ ചെയ്യാൻ കാരണം. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യും. എന്നെ എവിടെ ചെന്നാലും ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യും. എവിടെ ചെന്നാലും മനു വക്കീലില്ലയോ, അഡ്വക്കേറ്റ് ഇല്ലയോ, കുളത്തിച്ചാടുന്ന വക്കീലില്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ, എന്നെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ രൂപം മാറ്റി ഞാൻ ഫേസ്ബുക്കിലും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആ തനതായ നമ്മുടെ അസൽ രൂപം മാത്രമേ നമ്മൾ വെളിയിൽ കാണിക്കാവൂ. നമ്മളെപ്പോഴും ഈ സോഷ്യൽ മീഡിയക്കകത്തിരിക്കുന്ന ആൾക്കാരല്ല. വീടിന് വെളിയിലിറങ്ങും, ആൾക്കാരെ കാണും, സഹകരിക്കും. അപ്പോൾ നമ്മളെ അറിയാവുന്ന ആൾക്കാർ ഇപ്പോൾ എൻ്റെ നിറവിതാ, ഞാനൊരു ഫിൽറ്റർ വിടുന്നതല്ല. ഞാനങ്ങ് വെളുപ്പിച്ച് അങ്ങ് സുന്ദരനായാൽ എന്നെ കാണുന്നവരെന്നെ പുച്ഛിക്കും. നമ്മൾ നമ്മുടെ രൂപത്തോട് ചെയ്യുന്ന ഒരു ഹീനകൃത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പ്രകൃതി തന്ന ഈ രൂപം അത് നമുക്ക് സുന്ദരമായി തോന്നണം, നമുക്കെങ്കിലും തോന്നണം, നാട്ടുകാർക്ക് തോന്നിയില്ലെങ്കിലും. അപ്പോൾ ആ രൂപം വെളിയിൽ കാണിക്കാനുള്ള ധൈര്യം വരണം. അല്ലാതെ ഈ കടച്ചാണി ആപ്ലിക്കേഷനൊക്കെ എടുത്തിട്ട് വെളുപ്പിച്ച് ചുമപ്പിച്ച് അങ്ങനെ അഴുകിയ രാവണന്മാരും അഴുകിയ രാവണിമാരും ഒക്കെ ആയിട്ട് നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് എത്ര പേർ സ്വീകരിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ ഇത്തരത്തിൽ ചെയ്യുന്നവരെല്ലാം കൂടുതൽ പേരും അപകർഷതയുള്ളവരാണ്. എനിക്കൊട്ടും അപകർഷതയില്ല. വേണ്ട. അതുപോലെ ഈ കഷണ്ടി ഉള്ളത്, കഷണ്ടി ഒരു വൃത്തികേടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അപകർഷത ഉള്ളവരാണ് ബിഗൊക്കെ വെക്കുന്നത്. നമ്മുടെ രൂപം നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ രൂപം അതുപോലെ തന്നെ നമ്മൾ പ്രദർശിപ്പിച്ചാൽ, അത് മറ്റുള്ളവർ കണ്ടാൽ, അത് മറ്റുള്ളവർ അംഗീകരിച്ചാൽ ആ അംഗീകാരം നിലനിൽക്കും. നമ്മൾ കള്ളനാണയം ഇട്ടാൽ, എപ്പോഴെങ്കിലും നമ്മളെ നേരിൽ കാണാൻ ഇടയായാൽ നമ്മളെ അവർ പുച്ഛിക്കും. അങ്ങനെ പുച്ഛിക്കാതിരിക്കാൻ, അങ്ങനെ അവനവൻ്റെ വ്യക്തിത്വത്തിന് കോട്ടം വരാതിരിക്കാൻ, വ്യക്തിത്വത്തെ ആരും അപമാനിക്കാതിരിക്കാൻ, പുച്ഛിക്കാതിരിക്കാൻ നമ്മുടെ സ്വന്തം രൂപം, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ രൂപം, പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്ന ഈ രൂപം, അത് നമ്മൾ അംഗീകരിക്കാൻ മനസ്സുള്ളവരെ അംഗീകരിപ്പിക്കുക. എല്ലാവരെയും അംഗീകരിപ്പിക്കാൻ ആർക്കും പറ്റില്ല. എല്ലാവർക്കും സുന്ദരമാരായിട്ടുള്ളവർ ആരുമില്ല, എല്ലാവർക്കും വിരൂപരായിട്ടുള്ളവരും ആരുമില്ല. ആർക്കെങ്കിലുമൊക്കെ നമ്മൾ സുന്ദരരായിരിക്കും. എത്ര സൗന്ദര്യം നമുക്കുണ്ടെന്ന് ആരൊക്കെ പറഞ്ഞാലും ചിലർക്കൊക്കെ നമ്മൾ വിരൂപരുമായിരിക്കും. കേട്ടിട്ടില്ലേ, കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ. കാട്ടാളന്മാരുടെ ഇടയിൽ കാപ്പിരി എന്ന് വെച്ചാൽ ചുരുണ്ട തലമുടിയുള്ള ആൾക്കാർ കാമദേവനാണ്. അതായത് ഓരോരുത്തരുടെ ഇടയിലും സൗന്ദര്യ സങ്കല്പം വ്യത്യസ്തമാണ്. കറുത്തിരിക്കുന്നവർ മോശക്കാരല്ല, വെളുത്തിരിക്കുന്നവർ ഉന്നതരുമല്ല. കറുപ്പിനും വെളുപ്പിനും എല്ലാത്തിനും അതിൻ്റേതായ അഴകുകളുണ്ട്. ആ അഴക് നമ്മൾ തിരിച്ചറിയണം. വെളുവിളായിരിക്കുന്നവരെല്ലാം സുന്ദരരല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. വെളുപ്പ് നമുക്ക് വളരെ ആകർഷകമായി തോന്നുന്നത് നമ്മുടെ ചില മിഥ്യാധാരണകൾ കൊണ്ട് മാത്രമാണ്. നമുക്ക് അതിനുള്ള ഒരു അമിതമായ ആഗ്രഹം, അത് നമ്മുടെ മനസ്സിൽ വന്നുകൂടിയിരിക്കുന്ന ചില സൗന്ദര്യ സങ്കല്പത്തിൻ്റെ കേടുകൊണ്ടാണ്. കറുപ്പിനും വെളുപ്പിനും സൗന്ദര്യമുണ്ട്, എല്ലാത്തിനും സൗന്ദര്യമുണ്ട്. പുല്ലിനും പുഴുവിനും പുള്ളിനും പാമ്പിനും എല്ലാത്തിനും സൗന്ദര്യമുണ്ട്, അതിൻ്റേതായ സൗന്ദര്യം. ആ സൗന്ദര്യം നമ്മൾ കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.